അതെ, തീർച്ചയായിട്ടും LDF-ന് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല എന്നത് മാത്രമാണ്. ഈ അൻവർ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സനീഷ് പറഞ്ഞതുപോലെ ആര്യടൻ ഷൗക്കത്ത് പുറകോട്ട് പോകുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. കാരണം അൻവറിന് സ്വാധീനമുള്ള പഞ്ചായത്താണ് വഴിക്കടവ്. അതിൽ LDF വോട്ടർമാരിൽ കൂടുതൽ സ്വാധീനമുണ്ട്. ആ വോട്ടിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1-ാം നമ്പർ ബൂത്തിൽ LDF-നേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചിരിക്കുന്നത് PV അൻവറാണ്. 153 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിലെല്ലാം തന്നെ നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. 100-ന് മുകളിൽ പോയിട്ടുള്ള 5-ലേറെ ബൂത്തുകൾ PV അൻവറിനുണ്ട് എന്നുള്ളതാണ്. 1ഉം 2ഉം അതോടൊപ്പം തന്നെ 5-ാം നമ്പർ ബൂത്ത്, 6-ാം നമ്പർ ബൂത്ത്, ഏറ്റവും ഒടുവിൽ 14-ാം നമ്പർ ബൂത്ത്, ഇവിടെ എല്ലാം തന്നെ 100-ന് മുകളിലേക്ക് PV അൻവറിന് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അൻവർ ഫാക്ടർ തടസ്സമാകാൻ പോകുന്നത് എം സ്വരാജിനോ അല്ലെങ്കിൽ LDF-നോ ആണോ എന്നുള്ളത് 2-ാം റൗണ്ടിലേക്ക് കൂടി കടക്കുമ്പോൾ നമുക്ക് അതിന്റെ കൃത്യത വരും. എന്തായാലും UDF പ്രതീക്ഷിച്ച ലീഡ് വന്നിട്ടുണ്ട്. എന്നാൽ LDF-നെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിട്ടുമില്ല. ഓക്കെ പ്രസാദ്, വ്യക്തമാണ്.